ഹായ് ഓൾ, ഐ ആം യുവർ ദിവ്യ സച്ചിത്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം അല്ലേ? എല്ലാ ദിവസവും പുതിയ അവസരങ്ങളായിട്ട് കാണണം. റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ്. എല്ലാ ദിവസവും നമുക്ക് എങ്ങനെയൊക്കെ പുതുമയുള്ളതാക്കാം എന്നാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് തുടങ്ങുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം? അവർ പേഴ്സണാലിറ്റീസ് അവർ പേഴ്സണൽ റിയാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാൻ കഴിയും? നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കണം കേട്ടോ. എന്താണ് അപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ റൂട്ട് എന്താണ് നിങ്ങൾക്കറിയാമോ? ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. നമുക്കറിയാം, നമുക്ക് ഒരുപാട് വ്യക്തിത്വം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാവാം, ഇഷ്ടമില്ലാത്തതുണ്ടാവാം, നിർബന്ധിതപൂർവ്വം നമ്മൾ കൊണ്ടു നടക്കുന്നതുണ്ടാവാം. അങ്ങനെ കുറേ കുറേ ആറ്റിറ്റ്യൂഡ്സ് നമ്മളിലുണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ മാറ്റി, നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റി നമ്മൾ പ്യുവർ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലോട്ട് മാറണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ സെൽഫിനെ ലവ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് സ്വയം എങ്ങനെയൊക്കെ മാറാം, നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇതുവരെ ഉള്ള നമ്മുടെ സ്വഭാവവും നമുക്ക് തന്നെ ഇഷ്ടമില്ലാത്ത കുറേ സ്വഭാവങ്ങളൊക്കെ കാണാം. ഇതൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് ഒപ്റ്റിമിറ്റിക് ആകാം, അല്ലെങ്കിൽ എന്താവാം, വളരെ ഗ്രേറ്റ്ഫുൾ ആകാം, നമുക്ക് നല്ലൊരു ഗുഡ് ലിസണർ ആവാം നമുക്ക്. അതുപോലെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് കൊടുക്കാൻ സഹായിക്കണം. എല്ലാവരെയും നമ്മൾ സഹായിക്കുന്നൊരു ഹെൽപ്പിംഗ് മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഏറ്റവും നല്ലത് ഇൻഫ്ലുവൻസർ ആകുക. നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ നമുക്കൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നമ്മളെ കാണുമ്പോൾ, നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഒരു ചിരി കാണുമ്പോൾ സന്തോഷം തോന്നുന്ന 1000 വ്യക്തികൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല കഴിവാണ് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവ്. അതിനെ എന്തിനാണ് നമ്മൾ മോശം പറഞ്ഞും ചിരിക്കാതെയും ഒക്കെ കളയുന്നത്? അപ്പം മാക്സിമം കിട്ടുന്ന സമയം നമ്മൾ ചിരിച്ചും സഹായിച്ചും വേണം ജീവിക്കാൻ. മറ്റുള്ള ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത്, ഈ പ്രപഞ്ചശക്തി നമുക്ക് ചില കടമകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും എനർജിയാണ്, നമുക്കറിയാം. ഫുൾ എനർജിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ നെഗറ്റീവ് എനർജി ഉണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പം നമുക്കതിൽ വേണ്ടത് പോസിറ്റീവ് എനർജിയാണ്. ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഇവിടെ നമുക്ക് പറ്റിയ സ്ഥലം അല്ല, ഇവിടെ ഒന്ന് മാറി നിൽക്കാം, നമ്മുടെ വൈബല്ല. അതേസമയം നമ്മൾ വേറൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർക്ക് നല്ല ആനന്ദം തോന്നുമ്പോൾ കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു പോസിറ്റീവ് വൈബാണെന്നുള്ള കാര്യം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അത്ര മാത്രം. എത്ര പേരുടെ ജീവിതത്തിൽ നമുക്ക് ലവ് ആൻഡ് ലൈറ്റ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈവൻ നമ്മുടെ ഈ വൈറ്റ് തോട്ട്സ് ഉണ്ട്, നമ്മുടെ ഫേമാണ് വൈറ്റ് തോട്ട്സ് ലൈഫ് ഡിസൈനിങ് സെൻറ്റർ. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സർവീസാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും, അവരെയൊക്കെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് നമ്മുടെ എയിം, നമ്മുടെ ലൈഫ് പർപ്പസ് അതാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡിനാണ് ഞാൻ പറഞ്ഞു വന്നത്. ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്മൈൽ. ഇനി ഞാൻ കുഞ്ഞു കഥ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഒരു വ്യക്തി, ഒട്ടും ഡിസിപ്ലിൻ അല്ലാത്ത, ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത, ആരും ഇല്ലാത്തൊരു വ്യക്തി കേട്ടോ. അയാൾക്കൊരു 2-3 ഷർട്ടുണ്ട്, ഒരു ക്യാപ്പും ഉണ്ട്. അയാളുടെ ഐഡൻറ്റിറ്റി എപ്പോഴും ക്യാപ്പ് വെച്ച് നടക്കുക എന്നുള്ളതാണ്. അയാൾ ലൈഫിൽ വളരെ ഡിസ്കംഫർട്ടാണ്, ഒരു ശ്രദ്ധയുമില്ല. അയാളുടെ വീട് കണ്ടു കഴിഞ്ഞാൽ വളരെ ഷാബിയാണ്. അയാളുടെ പോലെ തന്നെയാണ് അയാളുടെ വീടും. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ വീടാണെന്ന് നമുക്ക് തോന്നില്ല. ചുറ്റും വാരി വലിച്ചിട്ട് ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു റൂം. അതിനകത്ത് ആകെ ഉള്ളത് ഒരു ടേബിളും ഒരു ബെഞ്ചും മാത്രമാണ്. ആ ടേബിളിൽ അയാൾ ഇടുന്ന ഷർട്ട് അയാൾ ഊരി വയ്ക്കുകയും ബെഞ്ചിൽ അയാൾ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്താണോ കിടന്ന് ഉറങ്ങുന്നതെന്ന് പോലെ നമുക്ക് തോന്നിപ്പോൾ അത്രയും വൃത്തിയില്ലാത്ത, ഡിസിപ്ലിൻ അല്ലാത്ത ഒരു റൂമും ഡിസിപ്ലിൻ അല്ലാത്ത ഒരു വ്യക്തിത്വമുള്ള ഒരാൾ. അയാൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്തിനു ജീവിക്കുന്നു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾക്ക് ഈ ഭൂമിയിലെ അവകാശികൾ അല്ലെങ്കിൽ ബന്ധുക്കളെന്ന് പറയാൻ തന്നെ ആരുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോകുന്നു, അത്രമാത്രം. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് പൈസ കാണും, അയാളുടെ സ്വന്തം ആഹാരം വാങ്ങിച്ച് കഴിക്കും. ബാക്കി അയാൾക്ക് ആ ഒരു ഡെയിലി അന്നത്തെ കാര്യം മാത്രം. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഷർട്ട് എടുത്തിട്ടപ്പോൾ ഷർട്ടിൽ നിന്ന് ഒരു 50 പൈസ കിട്ടി. അപ്പോൾ ആ പൈസയും പോക്കറ്റിലിട്ട് ഇങ്ങനെ പോവുകയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. രാവിലെ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുക, അത് ഉപയോഗിച്ച് അയാളുടെ അന്നത്തെ ദിവസം നോക്കുക. അല്ലാതെ ഫ്യൂച്ചറോ അങ്ങനെയൊന്നും അയാൾക്ക് ചിന്തയില്ല. അങ്ങനെ നടന്നു പോകുന്ന വഴിയിലാണെങ്കിൽ ഒരു പെൺകുട്ടി, ഒരു കുഞ്ഞ് ഇരുന്ന് പൂ വിറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ പൂ കെട്ടി, ഇങ്ങനെ മനോഹരമായിട്ട് പൂ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിൽ നല്ല പ്രതീക്ഷയുണ്ട്, നല്ല ചിരിച്ച മുഖം.
ആ കുട്ടിയുടെ മുഖം. ആ ചിരിച്ച മുഖത്തിലൂടെയും ആ കണ്ണുകളിലൂടെ പ്രതീക്ഷയും അയാൾ കണ്ട് അയാൾ കുറച്ചിങ്ങനെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുകയാണ്, എന്നിൽ നിന്ന് പൂ വാങ്ങിക്കും, ആ അങ്കിള് പോയിട്ട് ഇപ്പോൾ തിരികെ വരും, പിന്നെ എന്നെ കാണും, എൻ്റെ നിന്ന് പൂ വാങ്ങിക്കും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ആ കുട്ടി അയാളെ നോക്കിയിരുന്നു. അപ്പോൾ ഇയാൾ കുറച്ച് ദൂരം നടന്നിട്ട് ഇയാൾ ആ കുട്ടിയുടെ ചിരിയും ആ കണ്ണിലെ പ്രതീക്ഷയൊക്കെ അയാൾ കണ്ടിട്ടുണ്ടാവും. അയാൾ തിരികെ വന്നിട്ട് പറഞ്ഞു, ഈ 50 പൈസ കൊടുത്തിട്ട് എനിക്ക് ഈ പൈസയ്ക്കുള്ള പൂ തരാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി കുറച്ചധികം പൂ കൊടുത്തു. അപ്പോൾ അയാൾ ചോദിച്ചു, ഈ പൈസയ്ക്ക് ഇത്രയും പോകണം? ഇല്ല അങ്കിളെ, സാരമില്ല, ഇത്രയും പൂ ഇരിക്കട്ടെ. അങ്കിളിന് ഈ പൂ എന്തിനാണ് അങ്കിള്, ഇപ്പോൾ അടുത്ത് അമ്പലമുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കാനല്ലേ, അങ്കിള് കൊണ്ടുപോയി അമ്പലത്തിൽ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ പൂ കൊടുത്തു. അപ്പോൾ ഇയാൾ ദൈവവിശ്വാസിയോ ഒന്നുമല്ല. പക്ഷേ ഈ പൂ ഇയാളെ കുഞ്ഞിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ചല്പം നടന്നു പോയപ്പോൾ ഒരു മാതാവിൻ്റെ രൂപം കണ്ടു. ആ മാതാവിൻ്റെ രൂപത്തിൽ ചാർത്തിയിട്ട് ഇയാൾ കടന്നുപോയി. അപ്പോൾ അന്നത്തെ ദിവസം അയാൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും അയാൾ ഉറങ്ങാൻ കിടന്ന സമയത്ത് അയാൾക്ക് ഈ കുഞ്ഞിൻ്റെ ഈ ചിരിച്ച മുഖവും ആ പ്രതീക്ഷയുള്ള കണ്ണുകളും ഒക്കെ ഓർമ്മ വന്നു. അപ്പോൾ അയാൾ മനസ്സിൽ തീരുമാനിച്ചു, എന്താണ്, നാളെയും ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങണം. അപ്പോൾ കയ്യിൽ നോക്കിയപ്പോൾ ബാലൻസ് 2 രൂപയുണ്ട് കേട്ടോ. അപ്പം മെച്ചമുണ്ട്, മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 50 പൈസയിൽ നിന്ന് 2 രൂപയിലെത്തി. അപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ ഈ 2 രൂപയും കൊണ്ട് ചെന്നു. അപ്പോഴും ആ കുഞ്ഞ് പ്രതീക്ഷയോടുകൂടി അവിടെ ഇരിക്കുകയാണ്. ആ കുഞ്ഞ് 2 രൂപ കൊടുത്തു അതിനുള്ള പൂ. അപ്പോൾ അതിൽ നിന്നുള്ള പൂ കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ തുടർന്നു. ഇയാൾ ഈ പൂ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്തു, വിശ്വാസമില്ല എങ്കിൽ പോലും ആ മാതാവിൻ്റെ രൂപത്തിൽ വെച്ചിട്ട് ഇയാൾ പോകുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ ഒരു അനുഗ്രഹമാണെന്ന് പറയും പോലെ ഇയാളിങ്ങനെ കടന്നുപോയി. അങ്ങനെ കുറേ ദിവസങ്ങളിൽ കടന്നുപോയപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അർത്ഥമുണ്ടാകുന്ന പോലെ ഇയാൾക്ക് തോന്നി. അതായത് ഇയാൾ സമ്പാദിക്കുന്നതോടൊപ്പം, അതായത് ജോലി ചെയ്യുന്നതോടൊപ്പം ഇയാളുടെ മനസ്സിൽ വന്നൊരു തോട്ടാണ്, എന്താണ്, ആ കുഞ്ഞിനും കൂടി എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാം, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുഞ്ഞിനെ സഹായിക്കാം, അല്ലേ? അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുത്ത് പൂ വാങ്ങിക്കാം, കുറേ കൂടി ആ കുഞ്ഞിനെ സഹായിക്കാം, ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാമെന്നൊക്കെ അയാൾ വിചാരിച്ചു. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്ന വഴികൾ കണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ഇതൊരു പതിവ് പരിപാടിയാക്കി കേട്ടോ. അപ്പോൾ ഇയാൾക്ക് എന്ത് പറ്റി, ജോലി ചെയ്യാനുള്ള ആ ഒരു ആത്മാർത്ഥത കൂടി, ആ കുഞ്ഞിനെ സഹായിക്കണം, അല്ലെ, ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണം, അതോടൊപ്പം എന്താണ്, ദൈവത്തിൻ്റെ മുന്നിലാണല്ലോ എന്നും മാല വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടും ചെറിയൊരു ദൈവവിശ്വാസമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും 50 പൈസയിൽ നിന്നും 2 രൂപയിൽ നിന്നൊക്കെ 20 രൂപയിൽ ഒരു ദിവസം അയാളുടെ കയ്യിൽ ബാലൻസ് 20 രൂപ വന്നു കേട്ടോ. അപ്പോൾ ആ പൈസയും കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ആ കുഞ്ഞ് ചോദിച്ചു, ഇന്ന് ഇത്രയും പൈസ ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ അങ്കിളിന് ഇത്രയും പൈസയ്ക്ക് ഞാൻ ഈ കെട്ടിയ പൂ തരുന്നില്ല, അങ്കിളിന് ഞാൻ പ്ലാസ്റ്റിക് പൂ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ബൊക്ക പോലെ ഒരു സെറ്റ് ഓഫ് ഫ്ലവേഴ്സ്, ഒരു ബൊക്കെ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ആ പൂക്കളും കൊണ്ട്, നിറയെ പൂക്കളുണ്ട് കേട്ടോ, കളർഫുൾ ആയിട്ടുള്ള നിറയെ പൂക്കൾ കൊണ്ടുപോയിട്ട് കുഞ്ഞു പറഞ്ഞു, ഇത് അങ്കിൾ എന്തായാലും അമ്പലത്തിൽ കൊണ്ട് വെക്കണ്ട, അമ്പലത്തിൽ കൊടുക്കണ്ട, ഇത് അങ്കിളിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഈ പൂവ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അയാളുടെ വീടിൻ്റെ അവസ്ഥ ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ വീട്ടിൽ ചെന്നിട്ട് ഏറ്റവും അയാൾക്ക് തോന്നിയ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അയാൾ ആ പൂക്കൾ കൊണ്ടുവച്ചു. എന്നിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് ആ പൂക്കളെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്, മനോഹരമായ സ്ഥലം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് മുറിയൊക്കെ നോക്കിയപ്പോൾ ആ പൂക്കളിരിക്കുന്ന സ്ഥലം മാത്രം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അയാൾക്ക് തോന്നി, ഇതെന്തായാലും ഈ റൂമിൻ്റെ ഒരു അവസ്ഥ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ എന്ന് കരുതി അയാൾ എന്ത് ചെയ്തു, റൂമൊക്കെ നല്ല വൃത്തിയാക്കാൻ ശ്രമിച്ചു. അപ്പോൾ മേശപ്പുറത്തിരുന്ന ഷർട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ആ മേശപ്പുറത്ത് ഒരു കൂജയും ഗ്ലാസ്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വെച്ചു. കിട്ടുന്ന ഡെയിലി ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് പെയിൻ്റൊക്കെ വാങ്ങിച്ച് ആ ടേബിളും ആ ബെഞ്ചും ഒക്കെ പെയിൻ്റ് അടിച്ച് ഒരു ചൂലൊക്കെ വാങ്ങി റൂമൊക്കെ വൃത്തിയാക്കി അടുക്കും ചിട്ടയും കൊണ്ടുവന്നു അയാളുടെ ലൈഫിൽ. ഒരു വ്യക്തി നോക്കും, ഒരു ഡിസിപ്ലിനും ഇല്ലാതെ, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ, ഒന്നിനുമല്ലാതെ എന്തിനോ ജീവിച്ചിരുന്ന വ്യക്തിയിൽ വന്ന മാറ്റം, ആ ഒരു ചിരിയിലൂടെ, ആ പ്രതീക്ഷ നിറഞ്ഞ കണ്ണിലൂടെ ഒരാളെ മാറ്റാൻ സാധിച്ചത് വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ആ കാര്യം. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ ആ കുഞ്ഞിന് കഴിഞ്ഞു. കണ്ടില്ലേ ഒരാളുടെ മാറ്റം? ഇതുപോലെ നമുക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കും. നമ്മൾ മാറണമെങ്കിൽ നമ്മൾ സ്വയം വിചാരിച്ചേ പറ്റുള്ളൂ. സെൽഫ് ലവ് നമ്മൾ വളർത്തിയെടുക്കുക. ഒരു ദിവസം നമ്മൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഒരുങ്ങിയൊക്കെ അങ്ങ് നടക്കുമല്ലേ? സ്വയം നമ്മൾ നോക്കാറുണ്ടോ? ഇന്ന് എനിക്ക് വേണ്ടി ഞാനൊന്ന് ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ് ഒരുങ്ങുന്ന എത്ര പേരുണ്ട്? നമ്മൾ ഡെയിലി വീട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണാടി കാണാറുണ്ട്.
ആ കണ്ണാടിയിൽ ഒന്ന് ഒരു അല്പസമയം നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ? എന്നാൽ ഇന്ന് മുതൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് സമയം, ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ തന്നെ സ്വയം ഒന്ന് കാണുക. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഐ ലവ് യു. കേട്ടോ? ഐ ലവ് യു എന്നിങ്ങനെ എത്ര തവണ നിങ്ങൾക്ക് പറയാൻ കഴിയും അത്ര തവണയും നിങ്ങൾ പറയാം. എപ്പോഴൊക്കെ കണ്ണാടിയുടെ മുന്നിൽ എത്തുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്ന സഡൻ ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് ആ ചേഞ്ചസ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ഐ ആം യുവർ ദിവ്യ സജിത്ത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്.